السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله الله رحمة للعالمين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. قال الله عز وجل. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വെള്ളിയാഴ്ച പ്രഭാഷണത്തിന്റെ 40ാമത്തെ പ്രഭാഷണ 44ാമത്തെ പ്രഭാഷണ വിഷയ അവതരണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമാഗതമായിട്ടുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നാൾ വഴികളും ചരിത്രങ്ങളും നാം പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ ഏത് കാലത്തൊക്കെയാണോ ആയുധവുമായിട്ട് ഇറങ്ങിയത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൊതുസമൂഹത്തിനിടയിൽ കരിവാരിത്തേച്ച് വികലമാക്കാൻ ഏതൊക്കെ കാലഘട്ടത്തിൽ ശത്രുക്കൾ പരിശ്രമിച്ചിട്ടുണ്ടോ, ആ പരിശ്രമങ്ങൾ മുഴുവനും നമുക്ക് രണ്ടായി തരംതിരിക്കാൻ കഴിയും. ഒന്ന്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവർ നേരിട്ടിരുന്നത് ഒന്നാമത്തെ രീതി കായികപരമായിട്ടായിരുന്നു. രണ്ടാമത്തെ രീതി കുപ്രചാരണങ്ങൾ പ്രചരിപ്പിക്കുകയും ഇല്ലാ കഥകൾ കെട്ടിച്ചമക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും ആദരവായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റിസാലത്തിനും നുബുവത്തിനും അവിടുത്തെ ഉന്നതമായ പദവിയോട് യോജിക്കാത്ത രീതിയിലുള്ള ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുക വഴി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ അകറ്റി നിർത്തുകയും പുതുതായിട്ടൊരാൾക്ക് ആ മതത്തിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ ആ മതത്തെ മാറ്റി തീർക്കുകയും ചെയ്യുക. ഇതായിരുന്നു പഴയ കാലം മുതൽ ഇന്നുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് വഴികൾ. കായികപരമായിട്ടുള്ള വിഷയം നോക്കുകയാണെങ്കിൽ മഹാനായിരിക്കുന്ന സയ്യിദുന യാസിർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും അവിടുത്തെ ഭാര്യയായ സയ്യിദത്തുന സുമയ്യ ബി റളിയല്ലാഹു അൻഹയും പവിത്രമായ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഷഹീദായ ആദ്യത്തെ വനിതയും അതുപോലത്തെ ആദ്യത്തെ പുരുഷനുമാണ്. അവരുടെ രണ്ടുപേരുടെ മകനായ സയ്യിദുന അമ്മാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ കുടുംബത്തെ തന്നെ നിഷ്കാസനം ചെയ്ത വളരെ വേദനിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ എക്കാലത്തുമുള്ള ശത്രുക്കൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കായികപരമായിട്ട് നേരിടുക എന്നത്. ആ കായികപരമായി നേരിടുന്ന വിഷയം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പശുവിനിറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ആട്ടിറച്ചി സൂക്ഷിച്ചിരുന്ന മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ അടിച്ചു കൊന്നത്
അങ്ങനെ എത്ര മുഹമ്മദ് അഖ്ലാഖുമാർ നമ്മുടെ നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കൾ ചെയ്തിരുന്ന ഒന്നാമത്തെ വഴിയാണ് കായികപരമായി ഇസ്ലാമിനെ നേരിടുക എന്നത്. രണ്ടാമത്തെ വിഷയമാണ് കുപ്രചാരണങ്ങൾ നടത്തി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നേരിടുക എന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ കടന്നു വരാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഴുവനും മക്കക്കാർ വിളിച്ചൊരു പേരായിരുന്നല്ലോ അൽ അമീൻ എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയോ ഉപ്പയോ നബി തങ്ങൾക്കിട്ട പേരല്ലല്ലോ, വല്ലുപ്പയോ വല്ലുമ്മയോ നബി തങ്ങൾക്കിട്ട പേരല്ലല്ലോ, അവിടുത്തെ പിതൃ സഹോദരന്മാരിട്ട പേരല്ലല്ലോ. നബി തങ്ങളുടെ ജീവിത സംശുദ്ധത കണ്ട് ഒരു നാട്ടുകാർ മുഴുവനും ഒരുപോലെ വിളിച്ചൊരു നാമമായിരുന്നല്ലോ അൽ അമീൻ എന്നത്. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചപ്പോൾ വളരെ രഹസ്യമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅൻസിർ അശീറതകൽ അഖ്റബീൻ. നബിയെ, നിങ്ങൾ ഇങ്ങനെ രഹസ്യ പ്രബോധനം നടത്തിയാൽ മാത്രം പോരാ. അങ്ങയോട് ഏറ്റവും അടുത്ത കുടുംബക്കാർക്കും ഈ പരിശുദ്ധമായ ദീനിന്റെ പവിത്രമായിരിക്കുന്ന ദീനിന്റെ അധ്യാപനങ്ങൾ നിങ്ങൾ കൈമാറണം നബിയെ. തെറ്റ് ചെയ്യുന്നവർക്ക് താക്കീതുകാരനായി, നന്മ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി നിങ്ങൾ ആ റസൂലിന്റെ കർമ്മം നിങ്ങൾ പരസ്യമായി വെളിവാക്കണം നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ ബഹുമാനപ്പെട്ട സഫാ കുന്നിന്റെ താഴെയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. സഫാ കുന്നിന്റെ താഴെയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദ്യം ചോദിക്കുകയാണ്. അറഅയ്തും മിൻ അഖ്ബർതുകും അന്ന ഖൈലം ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും. ആ കാണുന്ന കുന്നിന്റെ താഴെയിലൂടെ ഒരു കുതിരപ്പടയാളികൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അകുന്തും മുസദ്ദിഖിയാ, എന്നെ നിങ്ങൾ അംഗീകരിക്കുമോ? ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് മഹാനായ ഹബീബുന മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാണുന്ന കുന്നിന്റെ താഴ്ഭാഗത്തിലൂടെ ഒരു കുതിരപ്പടയാളികൾ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി, കവർച്ച ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബക്കാർ പറഞ്ഞല്ലോ, മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, ഈ കാലം അത്രയും നിന്നിൽ നിന്ന് സത്യം മാത്രമേ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ കാലം വരെ 40 വർഷമായല്ലോ ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. നീ ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്ന കാലം അത്രയും മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, നിന്നിൽ നിന്ന് സത്യം മാത്രമേ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നീ ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നതാണ്. നീ അത് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അപ്പൊ ഇതൊരു സൈക്കോളജിക്കലായ ഒരു മൂവ്മെന്റ് ആണ്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു സുസമ്മതനാണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സംഭവം ബഹുമാനപ്പെട്ട ബുഖാരിയിൽ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഫഇന്നി നദീറുൽ ലക്കും ബൈന യദൈ അസാബി ശദീദ്, അതികഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ട മഹ്ശറാവൻസബിൽ ഒരുമിച്ച് കൂടേണ്ട ഖിയാമത്ത് നാളിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടേണ്ടവരാണ്. അല്ലാഹുവിനെ ശിർക്ക് വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് വേണ്ടി അല്ലാഹു എന്നെ അയച്ച ആ ഒരു പേടിപ്പെടുത്തുന്ന സന്ദേശം നിങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിക്കാൻ വേണ്ടി അയച്ച ദൂതനാണ് ഞാനെന്ന് മഹാനായ ഹബീബുന മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാതെ തമ്മാടികളായി ജീവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അള്ളാഹുവിനെ ശിർക്ക് വെച്ച് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങളോട് ഒരു ഇൻദാർ ചെയ്യുന്ന, മുന്നറിയിപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പുകാരനാണ്, അള്ളാഹുവിന്റെ റസൂലാണ് ഞാനെന്ന് മഹാനായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കളവും തന്നെ പറയില്ല എന്ന് പറഞ്ഞ ആ സമൂഹം എങ്ങനെയാ നബി തങ്ങൾ സ്വീകരിക്കേണ്ടത്? എങ്കിൽ ഞങ്ങൾ ഇന്ന് വിശ്വസിച്ചു എന്നല്ലേ പറയേണ്ടത്? ആ സമയത്ത് ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിര് പറഞ്ഞത് മറ്റാരുമല്ല, നബി തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ ലഹബാണ്. സുബ്ഹാനല്ലാഹ് തബ്ബൽ ലക സായിറൽ യൗമി അലിഹാദാ ജമഅതനാ. മുഹമ്മദ്, എല്ലാ സമയത്തും നിനക്ക് നാശമുണ്ടായിരിക്കട്ടെ. അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത്? നോക്കൂ, നിങ്ങൾ നിലപാട് പറഞ്ഞപ്പോ കൂടെ നിൽക്കേണ്ടവർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെടുത്തി എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാമിനെതിരെ കുപ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കുപ്രചാരണം പറയാൻ തുടങ്ങി. നബി തങ്ങൾ കള്ളനാണ്, നബി തങ്ങൾ ഇല്ലാത്ത എന്തൊക്കെയോ ചില ആയത്തുകൾ ഓതിയിട്ട് അത് അല്ലാഹുവിന്റെ കലാമാണെന്ന് പറയുകയാണ്. അവൻ സാഹിറാ, അവൻ മാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മക്ക മുഴുവൻ അവർ കൊട്ടിയാഘോഷിച്ച് നടന്നു. മക്കയിലേക്ക് പുറം നാടുകളിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവരരികിലേക്ക് മുശ്രിക്കീങ്ങളായ ആളുകൾ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഇവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകർഷിക്കാതിരിക്കാൻ വേണ്ടി, പരിശുദ്ധമായ ദീൻ ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി പല കളികളും അവൾ നടത്തി. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പട്ടിണിക്കിട്ടവർ വളരെയധികം വേദനിപ്പിച്ചു. ഇസ്ലാമിലേക്ക് ആരെങ്കിലും വന്നു എന്നറിഞ്ഞാൽ കായികപരമായി നേരിടുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, വല്ലാതെ പൊറുതിമുട്ടിച്ചു, കുപ്രചാരണങ്ങൾ നടത്തി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് കുപ്രചാരണങ്ങൾ നടത്തി. എന്താണ് അവർ ലക്ഷ്യമെന്തെന്നറിയോ? എങ്ങനെയെങ്കിലും പരിശുദ്ധമായ ദീനിനെ ഇല്ലാതെയാക്കുക. അതിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളൊക്കെ ലണ്ടനിൽ പോയി വലിയ പടായി പൊട്ടിച്ചാൽ അതല്ലേ. ചില ആളുകളൊക്കെ രാവിലെ ഞാക്കെന്താ പണിച്ച ഈ നാട്ടിൽ ജീവിക്കുന്ന കുറച്ച് ആളുകൾ, അവന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, എക്സ്പയർ മുസ്ലിം. അതിനെ എക്സ്പയർ ആയ സാധനം നമ്മൾ ആരും അംഗീകരിക്കാറില്ല, കുപ്പത്തൊടിയിലേക്ക് വലിച്ചു ചെയ്യൽ. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, എക്സ്പയർ ആയി പോയി, ഡേറ്റ് കഴിഞ്ഞതാ. ഡേറ്റ് കഴിഞ്ഞ സാധനം നമ്മൾ ആ ഒരു അലമാറയിലോ ഒന്ന് സൂക്ഷിച്ചു വെക്കാറില്ല, അത് നമ്മൾ കുപ്പത്തൊടിയിലേക്കാണ് വലിച്ചെറിയാറ്. ഈ വിഭാഗത്തെ നമ്മൾ കുപ്പത്തൊടിയിലേക്ക് വലിച്ചെറിയണം. ഇവരൊക്കെ നടത്തുന്ന പണി, ഇവരെ പിതാക്കളായ അബൂജഹൽ, ഇവരെ ഏറ്റവും വലിയ പിതാവായിരുന്ന അബൂജഹലായിരുന്നു, ഉത്തബത്തായിരുന്നു, ഷൈബത്തായിരുന്നു. അവർ അതേ പണി പേരക്കുട്ടികളായ ഈ ആളുകൾ എടുക്കുകയാണ്. അവര് കുപ്രചാരണം നടത്തിയപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിന് മറുപടി പറഞ്ഞല്ലോ. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യുരീദൂന, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഉദ്ദേശം എന്താണ്? അവർ ഉദ്ദേശിക്കുന്നു ലിയുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ നൂറിനെ, അവിടുത്തെ പരിശുദ്ധമായ മതത്തിന്, അല്ലാഹുവിന്റെ കലാമിനെ, മഹാനായ ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, അവർ കെടുത്തിക്കളയാൻ വേണ്ടി, ആ പ്രകാശത്തെ കെടുത്തിക്കളയാൻ വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൂർത്തീകരിക്കുന്നതാണ്. കാലാന്തരങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾ നാം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അത് ഇന്നത്തേക്കും ബാധകമല്ലേ? എന്തൊക്കെയോ കുപ്രചാരണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഇവിടുത്തെ യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹ് നഊദു ബില്ലാഹ്, കേൾക്കാൻ പോലും പേടിയാകുന്ന വാക്കുകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി
ഈ പരിശുദ്ധമായ ദീനിനെ പൂർത്തീകരിക്കുന്നവൻ അല്ലാഹുവാണ്. അത് വലോ കരിഹൽ കാഫിറൂൻ, ഈ സത്യനിഷേധികൾ അത് വെറുക്കുന്നുണ്ടെങ്കിലും ശരി. നിങ്ങളെ നോക്കുന്നില്ലടോ. അന്നും ഇന്നൊക്കെ നടന്ന സംഭവം എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിത മതമായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്ന മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. നിഷ്പക്ഷമായി ചിന്തിച്ചോക്ക്. അമേരിക്ക പോലത്തെ വലിയ ശക്തികൾ ഉൾക്കൊള്ളുന്ന നാടുകളിൽ വരെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമേത? നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് മതങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് കുപ്രചാരം നടത്തപ്പെടുന്ന മതമേത? അതും ഇസ്ലാം തന്നെയാണ്, അല്ലേ? ഇവിടുന്ന് കുറെ ആളുകളുണ്ടല്ലോ, എക്സ്പയർ ആയി പോയ കുറെ ആളുകൾ. അവർക്ക് എന്താ രാവിലെ മുതൽ കടന്നുറങ്ങണവരെ വൈകുന്നേരം രാത്രിക്ക് എന്താ പണി? ഫോണിൽ വരിക, കുത്തർക്ക് വർത്താനം പറയാ, ദീനിനെ പറ്റി ഇല്ലാത്ത പറയാ. അങ്ങനത്തെ ഒരു മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാതെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ കഴിയോ? അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതെന്താ കാരണം? ഫലമുള്ള വൃക്ഷത്തിലേക്ക് കല്ലെറിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയൊക്കെ ആയിട്ടും വല്ലാഹു മുത്തിമ്മു നൂരിഹി, അതാണ് ഇതിന്റെ കാര്യം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകൾ എല്ലാ ദിവസവും എണ്ണം കൂടിക്കൊണ്ടേയിരിക്കാൻ. ഇങ്ങനത്തെ ചില വേസ്റ്റുകൾ പോയാൽ പിന്നെ നല്ലത് അതിലേക്ക് കയറിക്കൂടല്ലോ. നല്ലത് കയറിക്കൂടണമെങ്കിൽ അതിലുള്ള വേസ്റ്റുകൾ പോകണം. ആ വേസ്റ്റുകൾ പിന്നീട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അത് അവർ തന്നെ പറഞ്ഞ എക്സ് ആണെന്ന്. എക്സ് ആയ പിന്നെ നമ്മൾ സാധനം പിന്നെ ഒരിക്കലും തന്നെ നമ്മൾ വീടുകളിൽ അലമാരിൽ സൂക്ഷിച്ച് വെക്കാറില്ല. കുപ്പത്തൊടിയിലാണ് നമ്മൾ സ്ഥാനം കൊടുക്കാറ്. ആ സ്ഥാനമേ ഇവർക്ക് നൽകുന്നുള്ളൂ. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹുവിന്റെ നൂറിനെ പൂർത്തീകരിക്കുന്നത് അത് അല്ലാഹുവാണ്. ഇസ്ലാമിന്റെ പഴയ കാലം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ ആളുകൾ മുഴുവനും പരിശുദ്ധമായ ദീനിലേക്ക് വന്നില്ലേ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വികലമാക്കി നടക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് വന്നില്ലേ? അതിന്റെ ഉദാഹരണമല്ലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലേ? കൊല ചെയ്യാൻ വേണ്ടി പോയ ഉമർ തങ്ങൾ പിന്നീട് ഷഹാദത്ത് ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് ചൊല്ലിട്ട് വന്നത് മഹാനായിരിക്കുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ലോകത്തോട് വിട പറയാൻ നിങ്ങൾ കിടക്കുകയാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല തങ്ങൾ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ ലോകത്തോട് വിട പറയാൻ വേണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. ബഹുമാനപ്പെട്ടവരിങ്ങനെ പൊട്ടിക്കരയുമ്പോ അവിടുന്ന് മകൻ ചോദിച്ചുവല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച ആളല്ലയോ അങ്ങ്? എന്തിനാണ് പിതാവെ പിന്നീട് നിങ്ങൾ പൊട്ടിക്കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷ വാർത്ത ലഭിച്ച അങ്ങ് എന്തിനാണ് പിന്നീട് പൊട്ടിക്കരയുന്നത്? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്. എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൊടിയ ശത്രുത പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നബി തങ്ങളെ പറ്റി ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തിയൊരു കാലഘട്ടമായിരുന്നു. നബി തങ്ങളെ കാണുന്നത് വെറുപ്പായിരുന്നു. നബി തങ്ങളെ കേൾക്കുന്നത് വെറുപ്പായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന കാര്യം പറഞ്ഞു എന്ന് ഞാൻ കേട്ടാൽ ആ സമയം മുതൽ എനിക്ക് എന്തൊക്കെയോ ചില മാനസികമായ താല്പര്യമില്ലായ്മ കാരണം എന്റെ മനസ്സ് മുഴുവനും നബി തങ്ങളോടുള്ള ദേഷ്യം കാരണത്താൽ കൊല്ലണമെന്ന ആഗ്രഹത്തോടു കൂടി നടന്നവനായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിലെങ്ങാൻ ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ എനിക്ക് സ്വർഗപ്രവേശനം ലഭിക്കുമായിരുന്നില്ലല്ലോ. അതെന്റെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ. പിന്നീട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നു. മുഴുവൻ സമയവും എന്റെ ചിന്ത അല്ലാഹുവിനെ കുറിച്ച് മഹാനായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുമായിരുന്നു. നബി തങ്ങളുള്ള ബഹുമാനം കാരണത്താൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥലത്തുണ്ടെന്നറിഞ്ഞാൽ ആ സ്ഥലത്തിലൂടെ ഞാൻ നടന്നു പോകാറില്ലായിരുന്നു. ബഹുമാനം കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിമുഖമായി ഞാൻ ഒരിക്കലും തന്നെ നിൽക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ആ സമയത്തെങ്ങാണ് ഞാൻ മരണപ്പെട്ടു പോരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലാകുമായിരുന്നല്ലോ. ഇന്ന്
കാലങ്ങൾ ഏറെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയി. ദിവസങ്ങൾ കഴിഞ്ഞില്ലേ, മാസങ്ങൾ കഴിഞ്ഞില്ലേ, വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ. ഇന്നിപ്പോൾ എന്റെ മനസ്സിന്റെ അവസ്ഥ എനിക്ക് പേടിയുണ്ട്. ആ മുൻകാലത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയതുപോലെ ഈമാൻ എന്റെ ഹൃദയത്തിലുണ്ടോ എന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട് മോനെ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കൂ. ഇപ്പൊ എനിക്ക് എന്റെ വിഷയത്തിൽ പേടിയുണ്ട്. അത് തവാളുആൻ. ഈ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു. പിന്നീട് ഇസ്ലാമിന്റെ മിത്രമായി മാറി. വല്ലാഹു മുത്തിമ്മു നൂരിഹി. അല്ലാഹുവിന്റെ നൂറിനെ പൂർത്തീകരിക്കുന്നവൻ അത് അല്ലാഹുവാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളുടെ ഒക്കെ പണി എന്തായിരുന്നു? ഇസ്ലാമിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ആരോപിക്കാൻ. ഇപ്പൊ കേരളത്തിലുള്ള ആളെ പേര് ഞാൻ പറയുന്നില്ല. ഈ നല്ല റൂമിൽ വെച്ച് പേര് പറഞ്ഞ് ഞാൻ അശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ ലണ്ടനിലേക്ക് പോയി, ഇവിടുന്ന് സ്ഥലമായിട്ട് ലണ്ടൻ ടൂറ്. അയാൾക്ക് ലണ്ടനൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാണെങ്കിൽ നല്ല റാഹത്തോടു കൂടി കടന്നുറങ്ങായിരുന്നു. ഇനിയിപ്പോ അയാൾക്ക് ഉറക്കമില്ല രാത്രികളാണ്. അയാൾ ലണ്ടൻ ടൂർ നടത്തി, ഇനി നാട്ടിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിന് ഉറക്കമില്ല രാത്രികളാ. കാരണം ഇവിടെ നാട്ടിൽ യൂട്യൂബിൽ വെച്ച് പലതും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ നല്ല സുഖ. ആ പണി ലണ്ടനിൽ പോയി എടുത്തതാണ് അവൻ. ഓന്റെ കാറ്റതോടുകൂടി തീരുമാനമായി. ഖുർആനിൽ പറഞ്ഞു പോലും സ്വന്തം മകളെ വ്യഭിചാരം ചെയ്യാൻ പറ്റുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ലണ്ടനിൽ വെച്ച് നല്ലൊരു ബടായി പൊട്ടിച്ചു. നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയാം. ആളുകൾ പിടികൂടി, എവിടെയാ ഖുർആനിൽ അത് പറഞ്ഞത്? അപ്പൊ അവന്റെ ഫോൺ നോക്കിയിട്ട് അവന് ഫോണിൽ എന്തില്ല, റേഞ്ച് ഇല്ല. അത്രേ നെറ്റിൽ കയറിയിട്ട് ഇതാണ് ആയത്ത് കാണിച്ചു കൊടുക്കണമല്ലോ, അത് റേഞ്ച് ഇല്ല. അപ്പൊ കൂട്ടത്തിൽ ആൾക്കാർക്ക് വന്നാൽ ഞങ്ങൾ ഫോണിൽ റേഞ്ച് ഉണ്ട്, പിടിച്ചോ. ഓൻ അത് പിടിക്കാൻ തോന്നൂല. കാരണം ഖുർആനിൽ അങ്ങനെ ഇല്ല. ബടായി പൊട്ടിച്ചതാണ്, ഭയങ്കര നുണ പറഞ്ഞതാണ്. ഇവിടുത്തെ അങ്ങനത്തെ സുഖം ഉണ്ടാവുന്ന ആ ചങ്ങ ഇവിടെ മനസ്സിലാക്കിയത്. അപ്പൊ ആളുകളൊക്കെ എന്ത് പറഞ്ഞു വന്നാ, എന്റെ ഫോണിൽ റേഞ്ച് ഉണ്ട്, പിടിച്ചോ. അവൻ പിടിച്ചില്ല. ലാസ്റ്റ് കുറെ നേരം തപ്പിട്ട് മെല്ലെ എസ്കേപ്പ് ആയപ്പോ അവിടുന്ന് ആളുകൾ പറഞ്ഞതാ, ഇവന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് കുപ്രചാരണം നടത്തുന്നവനാണ്. ഇവനെ സൂക്ഷിച്ചോളി, ഇന്ത്യക്കാരെ ഇവനെ നിങ്ങൾ സൂക്ഷിച്ചോളി. ഇവൻ വെറുതെ മതനിരാസം പറഞ്ഞു നടക്കുന്ന, വെറുതെ ഒരു തെളിവില്ലാതെ ഒരു വിവരവുമില്ലാത്ത വിഡ്ഢിയാണ് ഇവനെന്ന് പറഞ്ഞ് ആട്ടിവിട്ടില്ലേ. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? ഖുർആനിൽ പറയുന്നുണ്ട് അത്രേ സ്വന്തം മകളെ വ്യഭിചരിക്കാമെന്ന്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ ആണ് ഞാൻ നിങ്ങൾക്ക് ഓതി തരുന്നത്. 10 സ്ത്രീകളെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും വഅഖവാതുക്കും വഅമ്മാതുക്കും വഖാലാതുക്കും വബനാതുൽ അഖി വബനാതുൽ ഉഖ്തി وأمهاتكم اللائي يرضعنكم وأخواتكم من الرضاعة وأمهات نسائكم. എത്ര 10 ആളുകൾ നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. 10 പെണ്ണുങ്ങളെ പരിശുദ്ധമായ ദീൻ പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ നസ്വായി പറഞ്ഞ കാര്യം. പിന്നീട് ഹുക്മ് പറയേണ്ടത് മഹാന്മാരായിരിക്കുന്ന ഫുഖഹാക്കളാണല്ലോ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മതപണ്ഡിതന്മാര് പവിത്രമായ ദീന്റെ ഹുക്മുകൾ മറ്റു രൂപത്തിൽ പരിചയപ്പെടുത്തും. ഏതായിരുന്നാലും പരിശുദ്ധമായ ഖുർആൻ നസ്സോട് കൂടി ഒരു ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്ന 10 സ്ത്രീകൾ കുഞ്ഞുങ്ങളെ മേൽ ഹറാമാക്കപ്പെട്ടു. ഉമ്മഹാത്തുക്കും നിങ്ങളുടെ മാതാക്കളെ, ഉമ്മമാരെ കെട്ടാൻ പാടില്ല. നിങ്ങളുടെ പെൺമക്കളെയും ഹറാമാക്കപ്പെട്ടു, പെൺമക്കളെ കെട്ടാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണ്? വബനാതുക്കും നിങ്ങളുടെ പെൺമക്കളെയും ഹറാമാക്കപ്പെട്ടു. വഅഖവാതുക്കും നിങ്ങളുടെ സഹോദരിമാരെ ഹറാമാക്കപ്പെട്ടു. വഅമ്മാതുക്കും നിങ്ങളുടെ പിതാവിന്റെ സഹോദരിമാർ, അമ്മായിമാരല്ല നമ്മള് അമ്മായി, അവർ ഹറാമാക്കപ്പെട്ടു. വഖാലാതുക്കും ഉമ്മയുടെ സഹോദരിമാർ, ഇളയമ്മ മൂത്തമ്മ, ഉമ്മാന്റെ അഞ്ചത്തി, ഉമ്മാന്റെ ഏട്ടത്തി, അവർ ഹറാമാക്കപ്പെട്ടു. വബനാതുൽ അഖീ സഹോദരന്റെ പെൺമക്കൾ ഹറാമാക്കപ്പെട്ടു. വബനാതുൽ ഉഖ്തി സഹോദരിയുടെ പെൺമക്കളെയും ഹറാമാക്കപ്പെട്ടു. സഹോദരന്റെ പെൺമക്കൾ അറിയുമ്പോ ഇവൻ ഒന്നിരിക്കെ എളാപ്പേക്കാരും മൂത്താപ്പേക്കാരും.
സഹോദരിയുടെ പെൺമക്കൾ പറയുമ്പോ ഇവൻ അമ്മോനേക്കാരം, അവരൊക്കെ ഹറാമാൻ പാടില്ല. നിങ്ങൾക്ക് മുല തന്ന ഉമ്മയുണ്ടല്ലോ, അവരെയും ഹറാമാക്കപ്പെട്ടു. ആ മുലകുടി ബന്ധത്തിലൂടെ നിങ്ങൾക്കുള്ള സഹോദരിമാരുണ്ടല്ലോ, അവരെയും ഹറാമാക്കപ്പെട്ടു. ഈ മുല തന്ന സ്ത്രീയുടെ പെൺമക്കൾ ഇവന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരാണ്, അവരെയും ഹറാമാക്കപ്പെട്ടു. നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെയും ഹറാമാക്കപ്പെട്ടു. ആരൊക്കെയായി? 3 രൂപത്തിലുള്ള ഹറാമുകൾ. ഒന്ന് നസബ ഭാഗത്തിലൂടെയുള്ളത്, 2 റളഅത്തിന്റെ ഭാഗത്തിലൂടെയുള്ളത്, 3 മുസാഹറത്തിന്റെ ഭാഗത്തിലൂടെയുള്ളത്. പറയിപ്പിച്ചതല്ലേ? ഇല്ലാത്ത കളവ് ഇസ്ലാമിന് മേൽ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പറയേണ്ടി വന്നതാണിത്. നസബ ഭാഗത്തിലൂടെ, സ്വന്തം തറവാട് ഭാഗത്തിലൂടെയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു. അത് പറഞ്ഞ് നിനക്ക് ഹറാമാണ്, കെട്ടാൻ പാടില്ലാത്തവർ കൂട്ടത്തിൽ. രണ്ടാമത് പറഞ്ഞതാര്യ? സ്വന്തം മക്കളെ, പെൺമക്കളെ, അത് ഹറാമാണ്. ആദ്യം സ്വന്തം മാതാവിനെ, പിന്നെ മുലകുടി ബന്ധത്തിലൂടെയുള്ള നിന്റെ മുല തന്ന ആ ഉമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഇവന്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരികളാണ്, അവരെയും കെട്ടാൻ പാടില്ല. പിന്നെ മുസാഹറത്ത്, കെട്ടുബന്ധത്തിലൂടെ ഹറാമാകുന്നവര് ഇവന്റെ ഭാര്യയുടെ ഉമ്മ, അതായത് അമ്മായിമ്മ എന്ന് പറയാം, അവരൊക്കെ നിങ്ങൾക്ക് ഹറാമാണ്. അമ്മായിമാന്റെ ഉമ്മ അങ്ങനെ മേലെ കയറിപ്പോകും. അതൊക്കെ ഫതുഹുൽ മുഈൻ പോലത്തെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കളവ് ഇസ്ലാമിന്റെ മേൽ പറഞ്ഞ് കുപ്രചാരണം നടത്തി ഇസ്ലാമിൽ നിന്ന് ആളുകൾ അകറ്റാൻ വേണ്ടി പല കളവുകളും പറയുക എന്നത് ഇന്നത്തെ ചില എക്സ്പയർ ടീംസ് പറയുന്ന, എക്സ്പയർ ആയി ഡേറ്റ് കഴിഞ്ഞ് കുപ്പത്തൊടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളുകൾ മാത്രം പറയുന്നതല്ല. അവരുടെ പ്രപിതാക്കളായിരുന്ന അബൂജഹലും മുത്തുബത്തും ഷൈബത്തൊക്കെ ഒരു കാലഘട്ടത്തിൽ അബൂലഹബൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കുക, വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹുവിന്റെ നൂറ് അള്ളാഹു തആല ഇവിടെ പൂർത്തീകരിക്കും. എങ്ങനെ? അതിന്റെ അഹ്ലുകാരായ പണ്ഡിതന്മാരിലൂടെ, ആലിമീങ്ങളിലൂടെ അതിനെ വെളിവാക്കിക്കൊണ്ട് അത് പൂർത്തീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹഖ് മനസ്സിലാക്കാനും ഹഖിന്റെ പ്രചാരകരായി ജീവിക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലത്തെ മതനിരാസക്കാരും സയനിസ്റ്റുകളൊക്കെ ഒരേ അഭിപ്രായക്കാരാണ് ഈ വിഷയത്തിൽ. ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന വിഷയത്തിലും കുപ്രചാരം നടത്തുന്ന വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ ശിഷ്യന്മാരെയും അതുപോലെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാരെയും നമ്മുടെ ഉസ്താദുമാരെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദുആ കൊണ്ട് കടമപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഖൽബൊക്കെ സംശുദ്ധമാക്കി തരുമാറാകട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.